ആക്രമിക്കാൻ വരുന്ന ശത്രുവിനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചിരുന്ന കാലം. പിന്നെ തെറ്റാലിയിൽ കല്ല് തൊടുത്തുവിട്ട് ശത്രുവിനെ കീഴ്പ്പെടുത്തി തുടങ്ങി. അത് കഴിഞ്ഞ് വാളും പരിചയും തോക്കും റോക്കറ്റുകളും മിസൈലുകളും എല്ലാം ഔട്ട് ഓഫ് ഫാഷനായി. ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യയുടെ മികവിൽ ജയഭേരി മുഴക്കി നിൽക്കുന്നത് ഡ്രോണുകളാണ്. എന്താണ് ഡ്രോണുകൾ? മനുഷ്യ സാന്നിധ്യമില്ലാതെ സ്വയം നിയന്ത്രിതമായി പറപ്പിക്കാവുന്ന വിമാനമാണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അഥവാ ഡ്രോൺ. റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുന്ന ഈ ഇനം വിമാനങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കാണ് പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത്. ആക്രമണ ഡ്രോണുകളിൽ തോക്കുകൾ, മിസൈലുകൾ, ബോംബുകൾ, സ്മാർട്ട് മൈനുകൾ തുടങ്ങിയവയുണ്ട്. ഇവയെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് സെൻസർ സംവിധാനങ്ങളാണ്. റിമോട്ട് കൺട്രോൾ സ്റ്റേഷനിൽ നിന്നുള്ള കമാൻഡുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുൻകൂട്ടി ലോഡ് ചെയ്ത ഡേറ്റയുടെ സഹായത്തിൽ പ്രവർത്തിക്കും. ഇൻഡോ പാക് യുദ്ധത്തിൽ ഇന്ത്യയെ വിജയക്കൊടി പാറിക്കുന്നതും ഡ്രോണുകളാണ്. ആകാശം, കര, ജലോപരിതലം, ജലാന്തർ ഭാഗങ്ങളിലെല്ലാം ഡ്രോണുകളുണ്ട്. മനുഷ്യരില്ലാത്തതിനാൽ അപകടകരമായ ദൗത്യങ്ങളിലും ഡ്രോണുകൾ പ്രയോജനപ്പെടുത്തുന്നു. തീരെ ചെറുതും വലുതുമായ പല വലിപ്പത്തിലുള്ള ഡ്രോണുകളുണ്ട്. AI ശേഷിയുള്ള ആധുനിക ഡ്രോണുകളുമുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.